നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹുവിനെ ഭയമില്ലാതെ പോയത്? മരണവും ഖബറും നരകവും പരലോകവും മസ്റയും സിറാത്തും മീസാനും ഓർമ്മയില്ലാതെ പോകാനുള്ള കാരണം എന്താ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു തന്നാ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയുകയാ. കളിയാണ്, തമാശയാണ്, നിസാരമാണ്. അതിനെ പരിഗണിക്കുന്നില്ലല്ലോ. അപ്പൊ അല്ലാഹു തന്ന ശിക്ഷ എന്താ? എനിക്കും നിങ്ങൾക്കും തന്ന ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാതെ വന്നപ്പോ തന്ന ശിക്ഷ എന്താണ്? വഅദ് കേൾക്കാമെന്നിരിക്കുന്ന കണപാപ്പയോട്, ഈ വഅദ് കേൾക്കാമെന്ന ഉപ്പയോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ ഉമ്മയോട് ഞാൻ ചോദിക്കട്ടെ, വാപ്പാ നിനക്ക് വീടുണ്ട്, നിനക്ക് കാറുണ്ട്, നിനക്ക് മക്കളുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്, അല്ലാഹുവേ നിനക്ക് ഭാര്യയുണ്ട്, അല്ലാഹു നിനക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട്. വഅദ് കേൾക്കാമെന്ന ഉമ്മ, ധരിക്കാൻ സ്വർണമില്ലേ, കഴിക്കാൻ ഭക്ഷണമില്ലേ, കിടക്കാൻ വീടില്ലേ, നിനക്ക് ഭർത്താവില്ലേ, നിനക്ക് മക്കളില്ലേ, അല്ലാഹു നിനക്കെല്ലാം തന്നല്ലോ, അല്ലാഹു നിങ്ങൾക്കെല്ലാം തന്നല്ലോ. എന്നാ പെങ്ങളെ സമാധാനമുണ്ടോ? എന്റെ ഉപ്പയോട് ചോദിക്കട്ടെ, നിനക്ക് അല്ലാഹു എല്ലാം തന്നിട്ടും നിനക്ക് സമാധാനമുണ്ടോ? ലക്ഷങ്ങളെ ചെലവഴിച്ച് വീട് പണിതിട്ട് ആ വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ? നീ തന്നെ പറയുന്നില്ലേ, മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ, മരിച്ചാ മതിയായിരുന്നു പടച്ചവന്. അല്ലാഹു എല്ലാം തന്നിട്ടും നീ പറയുന്നല്ലോ. അതിന്റെ കാരണം എന്തേ മനസ്സിലാകാത്തത്? അതിന്റെ കാരണം എന്തേ മനസ്സിലാകാത്തത്? അല്ലാഹു എല്ലാം തന്നിട്ടും മരിക്കാൻ തോന്നുന്നില്ലേ, മരിച്ചാ മതിയെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അതിന്റെ കാരണം നിനക്കതൊരു ശിക്ഷയാ സഹോദരാ, നിനക്ക് ശിക്ഷയാ സഹോദരാ, നിനക്ക് ശിക്ഷയാ പെങ്ങള്. ഏതിന്റെ ശിക്ഷയെന്നറിയോ? കള്ളു കുടിച്ചതിന്റെ ശിക്ഷയല്ല, വ്യഭിചരിച്ചതിന്റെ ശിക്ഷയല്ല, പലിശ തിന്നതിന്റെ ശിക്ഷയല്ല, ശിർക്ക് ചെയ്തതിന്റെ ശിക്ഷയല്ല, അല്ലാഹുവിനെ നിന്ദിച്ചതിന്റെ ശിക്ഷയല്ല, നിസ്കരിക്കാത്തതിന്റെ ശിക്ഷയല്ല. പിന്നെ ഏതിന്റെ ശിക്ഷയെന്നറിയുവോ? അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തതിനു അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുക.